May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank the Lord for this opportunity that He has given me to stand before you all with the word of the Lord. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാൻ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also want to thank the oversight of this assembly for giving me this opportunity. ഈ ഒരു അവസരം തന്നതിനായിട്ട് ഈ സഭയിലെ ഓവർസൈറ്റിനോടും എനിക്കുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. Let's turn our Bibles to Ephesians chapter 5. This is where we'll start this morning. Ephesians chapter 5. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. We'll read one verse. ഒരു വാക്യം നമുക്ക് വായിക്കാം. Ephesians chapter 5 and verse 15. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. This is what it reads. See then that you walk circumspectly, not as fools, but as wise. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കുവീൻ. Last week our brother Charlie Matthew spoke from the same passage and he warned us not to be unwise. കഴിഞ്ഞ ദിവസം പ്രിയ ചാർലി മാത്യു നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നാം ബുദ്ധിഹീനരാകുവാനായിട്ട് പാടില്ല എന്നതാണ് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. Here in this verse the apostle is reminding us how a wise person walks. എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു ആൾ നടക്കേണ്ടത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമുക്ക് വിവരിച്ചു തരികയാണ്. How does a wise person walk? A wise person walk. A wise person walks circumspectly. എങ്ങനെയാണ് ഒരു വിവരമുള്ള ആള് നടക്കുന്നത്? അവരിവിടെ പറയുന്ന പോലെ സൂക്ഷ്മതയോടെയാണ് നടക്കുന്നത്. Now that's a word that we don't always hear, right? നമ്മൾ കേൾക്കുന്ന ഒരു വാക്കല്ല അത്. Circumspectly. What is that word? സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? If you look in the dictionary, നമ്മൾ നോക്കുകയാണെങ്കിൽ you will see that this means to be careful. അതിന്റെ അർത്ഥം ശ്രദ്ധയോടെ നടക്കുക എന്നുള്ളതാണ്. It means to be cautious. വേറൊരു അർത്ഥത്തിൽ പറയുന്നത് ജാഗ്രതയോടെ നടക്കുക എന്നുള്ളതാണ്. It means to be aware of our surroundings. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് അറിവുള്ളവരായി നടക്കുക. It means to consider the consequences of our action. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം എന്താണ് അത് അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ആ പ്രവർത്തനം. Let's illustrate this using two pictures. Ben, if you can put up that slide. രണ്ട് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത് കൂടുതൽ വിശദമാക്കുവാനായിട്ട് കഴിയുന്നതാണ്. Here on the slide you will see two people in two very different scenarios. ഈ സ്ക്രീനിൽ രണ്ട് സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. ആ രണ്ട് സ്ലൈഡിൽ രണ്ട് വ്യക്തികൾ പ്രത്യേക അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രംഗങ്ങളിൽ ഇരിക്കുന്നതാണ് നാം കാണുന്നത്. The first one is a young girl who is taking a stroll through a meadow. അവിടെ നമ്മൾ ആദ്യത്തെ ആ ചിത്രത്തിൽ കാണുന്നത് ഒരു കുഞ്ഞു പെൺകുട്ടി അവള് ഒരു മൈതാനത്ത് കൂടി നടന്നു പോകുന്നതാണ്. Obviously she is in a relaxed mood. അവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ റിലാക്സ്ഡ് ആണ്. She is enjoying the nature around her. ചുറ്റുപാടുള്ള തന്റെ ആ നേച്ചറിനെ ഒക്കെ തന്നെ ആസ്വദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. The scenery is beautiful. അവിടുത്തെ സീനറി വളരെ മനോഹരമാണ്. Most importantly her guard is down because she has a sense of comfort and safety. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിലെ ഒരു സുരക്ഷിതത്വവും അവളുടെ ഉള്ളിലെ ഒരു ആശ്വാസവും ഉള്ളതുകൊണ്ട് അവളുടെ സുരക്ഷയെ പറ്റി അവൾ ഒട്ടും തന്നെ ബോധവതിയല്ല. Now in the second picture we have a soldier in an active battlefield. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കർമ്മനിരതനായ അല്ലെങ്കിൽ ഒരു പോരാളിയെ അല്ലെങ്കിൽ ഒരു പടയാളിയെ നമ്മൾ നോട്ട് പോരാളി ഇപ്പൊ വളരെ കൺഫ്യൂസ്ഡ് പോരാളി ഒരു പടയാളിയെ നമ്മൾ കാണുകയാണ്. There is chaos and destruction all around. അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ കുഴപ്പങ്ങളും വളരെ നാശവുമാണ് തന്റെ ചുറ്റുപാടുമുള്ളത്. There's bullets flying by, there are missiles dropping from the air. അനേകമായിട്ടുള്ള ബുള്ളറ്റുകൾ പായുന്നു, മിസൈലുകൾ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നു. Clearly the soldier is very alert. പടയാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ അലേർട്ടാണ്. Any wrong move and the soldier can get killed. ആ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു നീക്കം അവന്റെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കും. So he's considering his actions very carefully. അതുകൊണ്ട് ആ പട്ടാളക്കാരൻ തന്റെ ഓരോ പ്രവർത്തനത്തെയും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത്. The question is, out of these two individuals, which of these two is walking circumspectly? അപ്പോൾ ഈ രണ്ടുപേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരിൽ ആരാണ് നമ്മളിവിടെ വായിച്ചതുപോലെ സൂക്ഷ്മതയോടെ നടക്കുന്നത്? It's a soldier, right? Without question it's a soldier. ഒരു അർത്ഥശങ്കയ്ക്കും സങ്കേതം പറയാൻ പറ്റും, അത് ആ പട്ടാളക്കാരനാണ്. You can take this down, Ben. But why do you think then we are asked to walk circumspectly? എന്നാ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ നടക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്? Because believe it or not, beloved, we are very much like the soldier. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഈ പട്ടാളക്കാരനെ പോലെയാണ്. We are in a battlefield. നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ്. We are engaged in active combat
നമ്മൾ ഒരു യുദ്ധക്കളത്തിൽ തന്നെയാണ്, യുദ്ധത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ. And if we walk through this battlefield with the attitude of that young girl walking in the meadow, then we'll be in trouble. ഈ സജീവ പോരാട്ടത്തില് ആ പെൺകുട്ടി നടക്കുന്ന പോലെ ആയാസമായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുഴപ്പത്തിൽ ചിന്തിയാടും. I want to speak to you today about the war that we are engaged in, the war that we call spiritual warfare. ആത്മീയ യുദ്ധം എന്ന് നമ്മൾ സാധാരണ വീക്ഷിക്കാറുള്ള ആ യുദ്ധത്തെ പറ്റി സ്വല്പം കാര്യം സംസാരിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. A Christian is at war all throughout his Christian life. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൽ അവൻ എപ്പോഴും ഈ യുദ്ധത്തിലാണ്. A Christian is likened to a soldier in the Bible. വേദപുസ്തകത്തില് ഒരു പട്ടാളക്കാരനോടാണ് ഈ വിശ്വാസിയെ അല്ലെങ്കിൽ ഉപമിച്ചിരിക്കുന്നത്. Paul at the end of his life he said he fought the good fight. അപ്പോൾ അവസാനം പൗലോസ് പോലും തന്റെ ജീവിതത്തിലെ അവസാനം പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു എന്നാണ്. We are engaged in a fight. നമ്മൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. The question is, who are we fighting? നമ്മൾ ആ ചോദ്യം ഇതാണ്, ആരോടാണ് നാം യുദ്ധം ചെയ്യുന്നത്? Obviously we are fighting our enemies. നമ്മൾ നമ്മുടെ ശത്രുക്കളോടാണ് യുദ്ധം ചെയ്യുന്നത്. For a Christian, who are our enemies? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് അവന്റെ ശത്രുക്കള്? The Bible is very clear that the enemies for a Christian is threefold. വേദപുസ്തകം പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എതിരാളികൾ മൂന്നാണ്. It's the world, the flesh, and the ലോകമാണ്, devil. അത് ജഡമാണ്, അതുപോലെ തന്നെ അത് സാത്താനാണ്. And we are at constant war with these three. ഈ മൂന്നുമായിട്ട് നാം നിരന്തരമായിട്ടുള്ള യുദ്ധത്തിലാണ്. We know the fight that we have with this world. We actually heard a message on it just last week. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെയാണ് ലോകത്തോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. നാം അതിന്റെ മെസ്സേജ് കഴിഞ്ഞ ദിവസം കേട്ടതാണ്. Do not love the world. ലോകത്തെ സ്നേഹിക്കരുത്. The world will always try to woo us with its pleasures and attractions, but we should be separate from the world. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ആകർഷണത്തിൽ, അതായത് അതിന്റെ എന്റർടൈൻമെന്റുകളും അതിന്റെ പ്ലഷേഴ്സുമായിട്ട് നമ്മളെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. And as long as we are in this world, we are fighting that war with the world. എന്നാൽ നമ്മൾ എത്ര കാലം ഈ ഭൂമിയിലായിരിക്കുന്നു ആ യുദ്ധവുമായിട്ട് നാം എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We also know the fight that we have with our flesh. ഈ നമ്മുടെ ജഡത്തോടുള്ള ആ യുദ്ധം നമുക്ക് അറിയാവുന്നതാണ്. That is a conflict that we have within ourselves. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. It is a conflict between the sin nature that's resident in us and our desire to do things for God. അത് ഒരു പാപത്തിന്റെ ആ പ്രമാണം നമ്മളിൽ ഉള്ളതും അത് ദൈവത്തിന് വേണ്ടി നല്ലത് ചെയ്യണം, നല്ലപോലെ ജീവിക്കണം എന്നുള്ള ആ രണ്ട് ചിന്തയും തമ്മിലുള്ള മൽപിടുത്തമാണ്. Paul describes this war in Romans chapter 7. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. In verse 23 he says, "But I see another law in my members warring against the law of my mind." റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കണം, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. So we are also engaged in this constant war with our flesh. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തോടുള്ള നിരന്തരമായ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. Now at the same time there is a third war that we are engaged in. എന്നാൽ ഇതോടൊപ്പം തന്നെ മൂന്നാമതൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ കൂടിയാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത്. And that is the war that we are engaged in against the devil and his army. അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ സാത്താനോടും അവന്റെ പടയോടും നമ്മൾ ചെയ്യുന്ന യുദ്ധമാണ്. And generally speaking, that is the war that we refer to as spiritual warfare. ആ ഒരു യുദ്ധത്തെയാണ് ആത്മീയ യുദ്ധം എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. That is what we will be considering in our time today. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. So let's ask the question, what is spiritual warfare? അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം, എന്താണ് ആത്മീയ യുദ്ധം? Spiritual warfare is a warfare that's fought in the spiritual realm. ഈ ആത്മീയ മണ്ഡലത്തിൽ ചെയ്യപ്പെടുന്ന യുദ്ധത്തെയാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. What is the spiritual realm? എന്താണ് ആത്മീയ മണ്ഡലം? It is the realm where spiritual beings live. അത് എവിടെയാണോ ഈ ആത്മീയ ജീവികൾ ജീവിക്കുന്നത് ആ മണ്ഡലത്തെയാണ് അല്ലെങ്കിൽ ആ പ്രദേശത്തെയാണ് ഈ ആത്മീയ മണ്ഡലം എന്ന് പറയുന്നത്. There is a whole world around us that we don't see. നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, നമ്മൾ ആരും കാണാത്ത ഒരു ലോകം. And this world is hidden to our eyes. ഈ ലോകം നമുക്ക് ആർക്കും കാണാൻ പോലും പറ്റത്തില്ല. At the same time, this spiritual world is so real and so it's actually real. എന്നാൽ ഈ ആത്മീയ മണ്ഡലം നമ്മൾ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. You may ask, how can something unseen be real? ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചിരിക്കുക, ഈ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത് എന്ന്. Let's use another illustration. വേറൊരു ഇല്ലസ്ട്രേഷൻ നമുക്ക് യൂസ് ചെയ്യാം. And if we can put up that second picture, we can illustrate this using the example of a crime scene investigation. ഒരു ക്രൈം സീൻ നിരീക്ഷണത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. Let's say this is a crime scene and the detectives are investigating it. ഇതൊരു ക്രൈം സീനാണ്.
അവിടെ എന്തോ കുറ്റകൃത്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. ഡിറ്റക്ടീവ്സ് വന്ന് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They haven't been able to find all the evidences that they need, so they call a forensic team. അവർക്ക് മതിയായ തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ഫോറൻസിക് ടീമിനെ വിളിക്കുകയാണ്. So the forensic team would come, they would shine a UV light or a blue light to look for evidences. അപ്പോൾ ഫോറൻസിക് ടീം വരികയാണ്. അവർ UV ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഉപയോഗിച്ച് ആ പ്രദേശമെല്ലാം ഒന്ന് നോക്കുകയാണ്. And many things that were hidden before now all of a sudden become visible under that light. നേരത്തെ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും ആ പ്രകാശം ചെന്നപ്പോൾ തെളിഞ്ഞു വരികയാണ്. They may see blood stains, hair, fingerprints. ഒരുപക്ഷെ അവർ നോക്കും, അവിടെ ചോരക്കറകൾ കാണാം, തലമുടി കാണാം, അതുപോലെ വിരൽ അടയാളങ്ങളൊക്കെയും അവിടെ കാണാം. All these things were there before, but they were not seen. നേരത്തെ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല. But the light revealed those things to their eyes. എന്നാൽ ഈ പ്രകാശം വന്നപ്പോൾ അതെല്ലാം അവരുടെ കണ്ണിന് കാഴ്ചയുള്ളതാക്കി തീർത്തു. In the same way, the spiritual world is alive and well, but it's unseen to our eyes. അതുപോലെയാണ് ഈ ആത്മീയ മണ്ഡലവും. ഈ ആത്മീയ മണ്ഡലം യഥാർത്ഥമായിട്ടുള്ളതാണ്, എന്നാൽ നമ്മുടെ കണ്ണിനത് കാഴ്ചയ്ക്ക് വരുന്നില്ല. You can take that down. So unless our eyes are opened by some divine intervention, we don't see the spiritual world around us. But if we see it, our minds will be blown. എന്തെങ്കിലും ഒരു ആത്മീയ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം അത് നമ്മൾക്ക് കാണപ്പെടാത്തതായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. Remember the account of Elisha and Gehazi? എലീശയുടെയും ഗേഹസിയുടെയും ചരിത്രം നമുക്കറിയാമല്ലോ. When the Syrian army came and Gehazi was so afraid, അവിടെ ആരാം രാജാവ് വരുമ്പോഴത്തേന് ഗേഹസി ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. And Elisha prayed that Gehazi's eyes would be opened. അവിടെ എലീശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമായ യഹോവേ, ഈ എന്റെ ദാസനായ ഗേഹസിയുടെ കണ്ണ് തുറക്കണമേ. And God opened his eyes and he was able to see chariots of fire, horses of fire, God's army all around them, there to protect them. ആ ഗേഹസിയുടെ കണ്ണ് തുറന്നപ്പോൾ അവന്റെ ചുറ്റും തേജോമയനായ, അവിടെ നമ്മൾ വായിക്കുന്നത് അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും ആ മലയിൽ നിറഞ്ഞു കണ്ടതായിട്ടാണ് നമ്മുടെ വായിക്കുന്നത്. So the spiritual world is all around us and it's very real. പ്രിയമുള്ളവരെ, ഈ ആത്മീയ മണ്ഡലം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് വളരെ യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. Like we said, we can't see it. The question is, why don't we see it? നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്? Because the spiritual world is comprised of spiritual beings. കാരണം ഈ ആത്മീയ മണ്ഡലം ആരാളാണ് നിറഞ്ഞിരിക്കുന്നത്? ഈ ആത്മീയ ജീവികളാണ് നിറഞ്ഞിരിക്കുന്നത്. And these spiritual beings by definition have two characteristics. ഈ ആത്മീയ ജീവികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് characteristics ആണ്, രണ്ട് സ്വഭാവങ്ങളാണ് അവർക്ക് ഉള്ളത്. They are immaterial and they are incorporeal. In other words, they are not made of matter and they don't have a body. അവര് ദ്രവ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല, അതുപോലെ തന്നെ അവർക്ക് ഒരു ശരീരവുമില്ല. And if they don't have bodies and they are not made of matter, our eyes can't see it. അവര് ഇങ്ങനെ ശരീരമില്ലാത്തവരാണ്, അവര് ദ്രവത്താൽ ഉണ്ടാക്കപ്പെട്ടവരല്ല എങ്കിൽ നമ്മുടെ കണ്ണും കൊണ്ട് നമുക്ക് അവരെ കാണുവാൻ കഴിയുകയില്ല. We have learned in science how our eyes see things, right? It's when light is reflected off of an object and our eyes receive that signal that we perceive things, we see things. സയൻസിൽ കൂടി നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു കാണുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സാധനം കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. So if there is no object, there is no matter, our eyes can't see it. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരികയില്ല, നമുക്കത് കാണാനും പറ്റത്തില്ല. So who are these spiritual beings? അതുകൊണ്ട് ആരാണ് ഈ ആത്മീയ ജീവികള്? These spiritual beings are primarily angelic beings. ഈ ആത്മീയ ജീവികള് അവര് ദൂതഗണങ്ങളാണ്. Over 265 times in the Bible we read of angelic beings. ഈ ഇങ്ങനെയുള്ള ഈ ദൂതഗണങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഏതാണ്ട് 265 തവണയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. Who are these angels? ഈ ദൂതന്മാർ ആരാണ്? They are ministering spirits that are created by God. ദൈവം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ദൂതന്മാരാണ് അവർ. And when God created them, they were all holy, they were all good. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധരായിരുന്നു, അവരെല്ലാം നല്ലവരുമായിരുന്നു. However, with time, one of these angels, the most prominent one of these angels, he rebelled against God. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രബലനായിരുന്ന ആ ദൂതൻ അവൻ ദൈവത്തോട് മത്സരിച്ചു. He was the most beautiful angel ever created, so beautiful that his name was
the son of dawn. പ്രഭാതത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ അത്രമാത്രം സൗന്ദര്യമുള്ളവനായിരുന്നു അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ. That's what that word Lucifer means, the son of dawn or son of morning. ലൂസിഫർ എന്നാണ് അവന്റെ പേര്. അതിന്റെ അർത്ഥം തന്നെ പ്രഭാതത്തിന്റെ മകൻ എന്നുള്ളതാണ്. He was adorned with wisdom. അവന് എല്ലാ ജ്ഞാനത്താലും നിറഞ്ഞവനായിരുന്നു. He was supposed to be the pinnacle of God's creative glory. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഉത്തുംഗമായിരുന്നു അവന്. But in Ezekiel 28 we read iniquity was found in him. എന്നാൽ എസെക്കിയേൽ ലേഖനം 28 അധ്യായത്തിൽ നാം വായിക്കുന്ന അവനിൽ അകൃത്യം കണ്ടു എന്നുള്ളതാണ്. And we read in Isaiah 14, that's another passage that talks about Lucifer, Isaiah 14, between verses 12 to 15, how his attitude was towards God. എന്നാൽ യെശയ്യാപ്രവചനം 16 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോടുള്ള ഇവന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. He said there are 5 I will statements mentioned there. അവിടെ 5 തവണ ഞാൻ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. We'll just read that. He says, I will ascend to heaven. I will raise my throne above the stars of God. I will sit on the mount of the assembly of the recesses of the north. I will ascend above the heights of the clouds. I will make myself like the Most High. യെശയ്യാപ്രവചനം 16 അധ്യായത്തിലെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, ഞാൻ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാവും. He wanted to be like God. അവന് ദൈവത്തോട് സമനാകണമായിരുന്നു. Pride entered his heart and God cast him out of heaven. അവന്റെ അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ കടന്നു. ദൈവം അവനെ പുറത്താക്കി. Ever since then he became an adversary of God. അതിനുശേഷം അവൻ ദൈവത്തിന് ഒരു എതിരാളിയായിട്ട് തീർന്നു. And that's exactly what that word Satan means. It means adversary. അപ്പോൾ ആ സാത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എതിരാളി എന്നുള്ളതാണ്. Now God has allowed Satan to take control of this world. ദൈവം സാത്താനോട് ഈ ലോകത്തിന്റെ ആധിപത്യം എടുക്കുവാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ആധിപത്യം അവന് കൊടുത്തു. We read in 2 Corinthians chapter 4 that he is the God of this world. 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ലോകത്തിന്റെ ദൈവം എന്ന് നാം അവനെ കുറിച്ച് വായിക്കുന്നുണ്ട്. He controls this world system and the people in it. ഈ ലോകത്തിന്റെ വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കുന്നവൻ അവനാണ്. ഈ ലോകത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നവൻ അവനാണ്. Now Satan is not alone in this. ഇതിന്റെ കാര്യത്തിൽ സാത്താൻ ഒറ്റയ്ക്കല്ല. He has a host of angelic beings with him doing his bidding and engaged in the mission to oppose God. അവനോട് കൂടെ വലിയൊരു സമൂഹം കൂടെ ഉണ്ട്, ഇവൻ പറയുന്ന എല്ലാം കേൾക്കുവാനും ഇവനൊപ്പം നിൽക്കുവാനും. And these fallen angels are called demons. ഇവരെയാണ് നമ്മൾ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. And when we read Revelation chapter 12 and verse 4, it says that Satan took 1/3 of all the angels with him when he fell from heaven. നമ്മൾ പഠിപ്പിച്ച റോമാലേഖനം 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നോട് കൂടെ 1/3 ദൂതന്മാരെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. We don't know the total number of angels. എത്രമാത്രം ദൂതന്മാരുണ്ട് എന്ന് നമുക്കറിയില്ല, അവരുടെ സംഖ്യ നമുക്കറിയില്ല. It's believed that the number is innumerable. It says there are myriads and myriads of angels. എന്നാൽ ഒത്തിരി ഉണ്ട്, ധാരാളമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Whatever that total number is, 1/3 of those angels went with Satan. ദൂതന്മാരുണ്ടോ അതിൽ 1/3 കൊണ്ടാണ് ഈ സാത്താൻ ഭൂമിയിലേക്ക് പോകുന്നത്. And them along with Satan are doing all they can do to thwart the purposes of God. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശങ്ങളെ മുഴുവൻ തടയുന്നതിന് വേണ്ടി, അതിനെതിരായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The remaining 2/3 are still holy angels. ശേഷിക്കുന്ന 2/3 പേര് അവർ ഇന്നും വിശുദ്ധരായിട്ടുള്ള ദൂതന്മാരാണ്. They serve God and they minister to God's people. അവര് ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തിന്റെ ജനങ്ങളെ സേവിക്കുന്നു. And between these holy angels and these fallen angels there's a constant war that's raging, a war between light and darkness. ഈ വീണുപോയ ദൂതന്മാരും അതുപോലെ തന്നെ വിശുദ്ധരായ ദൂതന്മാരും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. Okay, so you say there's a spiritual world, there are spirit beings in it, they're fighting with each other. What does it have to do with me? നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഒരു ആത്മീയ മണ്ഡലമുണ്ട്, ആത്മീയ മണ്ഡലത്തിൽ ആത്മീയ ദൂതന്മാരുണ്ട്, ആത്മീയ ദൂതന്മാർ 2 തട്ടിലുണ്ട്, വീണുപോയ ദൂതന്മാരുണ്ട്, വിശുദ്ധരായ ദൂതന്മാരുണ്ട്. ഇതൊക്കെ അറിഞ്ഞോണ്ട് എനിക്കെന്താ പ്രയോജനം? It has everything to do with us because we are parties to this war. ഇത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മളും ഇതിൽ പങ്കാളികളാണ്. And depending on your allegiance, you may be on Satan's side or you may be on God's side. ഞാൻ ആരോടാണോ വിധേയപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ഒരുപക്ഷെ ഞാൻ സാത്താന്റെ ആൾക്കാരോട് കൂടെയായിരിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതന്മാരോട് കൂടെയായിരിക്കും. An unbeliever by default belongs to Satan's kingdom. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും അവന്
സാത്താന്റെ കൂടെയുള്ള ആളാണ്. Satan owns the world system and the people in it. സാത്താനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തെയും ലോകത്തിലുള്ള ജനങ്ങളെയും അവനാണ് അതിന് ഓണർഷിപ്പ് ഉള്ളത്. He controls their minds and their actions. അവരുടെ പ്രവൃത്തികളും അവരുടെ ഹൃദയവും അവനാണ് സ്വാധീനിക്കുന്നത്. Jesus himself said to the unbelievers of his time, he said that you are of your father the devil. നമ്മുടെ കർത്താവ് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ അന്നത്തെ ജനങ്ങളോട് താൻ തന്നെ പറഞ്ഞു, നിങ്ങള് പിതാവ് സാത്താന്റെ മക്കളാണ്. The devil is the father of all unbelievers. എല്ലാ വിശ്വാസികളുടെയും പിതാവാണ് സാത്താൻ. But when an unbeliever converts to God, there's a wonderful transportation that happens. എന്നാൽ ഒരു അവിശ്വാസി കർത്താവിനെ അംഗീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. An unbeliever is taken out of darkness and transported into the marvelous light of God. അത് നമ്മൾ വായിക്കുന്ന അവനെ അന്ധകാരത്തിൽ നിന്ന് എടുത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് മാറ്റുകയാണ്. We'll read one verse, Colossians chapter 1 and verse 13. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. It says, He has delivered us from the power of darkness and conveyed us into the kingdom of the Son of His love. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് നാം വായിക്കുകയാണ്. If we are a believer, we are no longer under the power of darkness. നമ്മൾ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അന്ധകാരത്തിന്റെ ആ ശക്തിക്ക് കീഴിലല്ല. We belong to the kingdom of the Lord. നമ്മൾ കർത്താവിന്റെ ആ രാജ്യത്തിലാണ്. This is why being saved is a big deal. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത് വലിയ ഒരു കാര്യമായിരിക്കുന്നത്. This is why being baptized is a big deal. അതുകൊണ്ടാണ് സ്നാനപ്പെടുക എന്നുള്ളതും വലിയൊരു കാര്യമായിരിക്കുന്നത്. Because it's a public proclamation of your allegiance. കാരണം നമ്മൾ സ്നാനപ്പെടുമ്പോൾ അത് നമ്മുടെ വിധേയത്വത്തെ നമ്മൾ പബ്ലിക്കായിട്ട് വിളംബരം ചെയ്യുകയാണ്. You are pledging allegiance to Jesus Christ, and at the same time you're declaring war against Satan and his kingdom. ആ സമയത്ത് നമ്മൾ സ്നാനത്തിന്റെ സമയത്ത് നമ്മൾ കർത്താവിനോട് നമ്മുടെ വിധേയത്വം പറയുകയാണ്. ആ സമയത്ത് തന്നെ സാത്താനോട് നിനക്ക് ഞാൻ എതിരാണ് എന്ന് പറയുകയാണ്. So if we are engaged in this war, then let's ask the question, what does this war look like? നമ്മൾ ഈ ഭൂമിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ഈ യുദ്ധം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Let's turn to one of the primary passages on spiritual warfare, which is 2 Corinthians chapter 10. നമുക്ക് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് ഇതിനുള്ള ബന്ധത്തിൽ തിരിയാം. 2 Corinthians chapter 10. There are actually two primary passages on spiritual warfare. One is 2 Corinthians chapter 10. The other one is Ephesians chapter 6. And we'll be toggling back and forth between these two chapters for the next few minutes. ആത്മീയ യുദ്ധത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് 2 കൊരിന്ത്യർ 10-ാം അധ്യായവും അതുപോലെ തന്നെ രണ്ടാമത്തേത് എഫേസ്യ ലേഖനം 6-ാം അധ്യായവും. Okay. We'll read അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരിക്കും. അതുകൊണ്ട് ആ 2 ഭാഗവും എടുത്തു വെക്കുക ദയവായി. We'll read 2 Corinthians 10 verses 3 to 5. ആദ്യമായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. It says, For though we walk in the flesh, we do not war according to the flesh. For the weapons of our warfare are not carnal, but mighty in God for pulling down strongholds, casting down arguments, and every high thing that exalts itself against the knowledge of God, bringing every thought into captivity into the obedience of Christ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളയുന്നു എന്ന് നാം വായിക്കുകയാണ്. This passage describes to us the nature of our warfare. നമ്മുടെ യുദ്ധത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുകയാണ്. First of all, our warfare is not according to this not according to flesh. നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ യുദ്ധം അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ശാരീരികമല്ല, ജഡികമല്ല. In other words, this is not a physical warfare. ഒരു രീതി പറയുകയാണെങ്കിൽ ശാരീരികമായ ഒരു യുദ്ധമല്ല ഇത്. Neither are we fighting to satisfy some fleshly motives. എന്തെങ്കിലും നമ്മുടെ ജഡികമായിട്ടുള്ള ഉദ്ദേശങ്ങളെ നിവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല ഇത്. This war is a spiritual war. ഇത് ഒരു ആത്മീയ യുദ്ധമാണ്. Not only is the warfare spiritual, the weapons of this warfare are also spiritual. ഇത് ഒരു ആത്മീയ യുദ്ധമാണ്. ഈ യുദ്ധം ചെയ്യുന്ന ഇതിലെ ആയുധങ്ങളും അതും ആത്മീയമാണ്. The greatest lie that we hear about spiritual warfare today is that it's a physical warfare. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഈ ആത്മീയ മണ്ഡലത്തെ യുദ്ധത്തെ പറ്റി കേൾക്കാറുള്ളത് അത് ഫിസിക്കലായിട്ടുള്ള ഒരു യുദ്ധമാണ് എന്നാണ്. People go around and do all kinds of physical things to drive out Satan and demons. സാത്താനെയും അതുപോലെ തന്നെ ഭൂതത്തെയും പുറത്താക്കുന്നതിന് വേണ്ടി ജനങ്ങൾ എല്ലായിടത്തും ചെന്ന് അവയെ പുറത്താക്കുന്ന
അങ്ങനെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നാം അത് കാണുന്നത്. Rebuking Satan, binding the devil, beating people up to drive out the devils. We see all kinds of these practices being done today. സാത്താനെ വത്സിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. And these are all carnal weapons that are made by man. എന്നാൽ ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്ന ജഡികമായിട്ടുള്ള ആയുധങ്ങൾ മാത്രമാണ്. The Bible knows nothing about these practices. ഈ പ്രാക്ടീസുകളെ കുറിച്ച് ബൈബിളിനൊന്നും അറിയത്തില്ല. Our war is not a physical one, it's a spiritual one. നമ്മുടെ യുദ്ധം ഭൗമികമല്ല, അല്ലെങ്കിൽ ജഡികമല്ല, നമ്മുടെ യുദ്ധം ആത്മീയമാണ്. May I also remind you all that we as individuals are no match for Satan. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഈ സാത്താനുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. We cannot go head to head with Satan and win against him. സാത്താനോട് നമ്മൾ നേരെ പോയി നമുക്ക് യുദ്ധം ചെയ്തവനെ ഒരിക്കലും ജയിക്കുവാനായിട്ട് പറ്റത്തില്ല. He is a powerful angel, he is a powerful being. അവൻ വളരെ ശക്തിയുള്ളവനാണ്, ബലമുള്ളവനാണ്. You know, in the Bible we read of this concept of the archangel. നമ്മൾ വേദപുസ്തകത്തിൽ ഈ പ്രധാന ദൂതനെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. Presumably the archangel is the highest ranking angel in the hierarchy of God's angels. ദൈവത്തിന്റെ ആ ഹയറാർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഈ പ്രധാന ദൂതൻ. Michael is the only archangel named in the Bible. വേദപുസ്തകത്തിൽ പറയുന്നത് മിഖായേലിനെ പറ്റി മാത്രമാണ് പ്രധാന ദൂതനായിട്ട് പറയുന്നത്. Every time we read of Michael, he is engaged in some sort of military activity. He is the hero of he is the military hero of God. ഈ മിഖായേലിനെ പറ്റി എവിടെ പറഞ്ഞാലും അവിടെ എല്ലാം താൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താൻ ഒരു സൈനിക നായകനായിട്ടാണ് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. He leads the armies of heaven. It's very clear in Revelation chapter 12. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ സ്വർഗ്ഗത്തിലുള്ള സൈന്യത്തെ നയിക്കുന്നവൻ ഈ മിഖായേലാണ്. But when Michael, this highest angel, this archangel had a conflict with Satan, what did he do? എന്നാൽ സാത്താനുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു കുഴപ്പം ഈ മിഖായേലിന് ഉണ്ടായപ്പോൾ താൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? We are told what he did in Jude. യൂദായുടെ ലേഖനം അവിടെ പറയുന്നുണ്ട് താൻ എന്താ ചെയ്തതെന്ന്. In verse 9 we read this. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We read, "Yet Michael the archangel, in contending with the devil, when he disputed about the body of Moses, dared not bring against him a reviling accusation, but said, the Lord rebuke you." അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ പൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. Even Michael the archangel doesn't dare to rebuke Satan. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രധാന ദൂതൻ പോലും സാത്താനോട് തർക്കിച്ച് വാദിക്കുവാൻ നിന്നില്ല. And we have people going around rebuking Satan like it's nothing. എന്നാൽ ഇന്ന് ജനങ്ങള് ഇതിന്റെ എല്ലാ ഇടയ്ക്ക് പോയി സാത്താനെ ഫൽസിക്കുകയാണ് വല്ലാതെ. These people tread where angels fear to tread, and it's foolishness. അത് സാത്താന്റെ സ്വന്തമാണ്, അതിന് ഇവര് എതിരുമാണ്. On the other hand, we know that we can war against Satan and we can win against Satan. അങ്ങനെ നമുക്ക് സാത്താനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും, നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് പറ്റും. Keep your finger in 2 Corinthians 10 and let's flip over to Ephesians 6. അപ്പോൾ നമുക്ക് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 10-ാം അധ്യായവും അതുപോലെ തന്നെ എഫേസ്യ ലേഖനം ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കേണ്ടിയിരിക്കുന്നു. And we'll read Ephesians 6 and verse 10. നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. It says, "Be strong in the Lord and in the power of his might." അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Yes, you are powerless against Satan as an individual. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാത്താനോട് നിങ്ങൾ ശക്തി ഇല്ലാത്തവരായിരിക്കാം. But be strong in the Lord and in the power of his might. എന്നാൽ ഇവിടെ പറയുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ എന്നാണ്. When you do that, when you fight along with Christ in his power, then you become formidable. ക്രിസ്തുവിനോട് കൂടെ അവന്റെ ശക്തിയിൽ നാം യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ഇവനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. You fight with the power of God. ദൈവത്തിന്റെ ശക്തിയോടെയും ദൈവത്തിന്റെ പവറോട് കൂടിയാണ് നാം ജയിക്കുന്നത്. Let's flip back to 2 Corinthians 10. We were considering verse 4. 2 കൊരിന്ത്യരിലേക്ക് നമുക്ക് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. 10-ാം വാക്യം. It says that it says that the weapons of our warfare are not carnal, but they are mighty. How mighty? They are mighty enough to pull down strongholds. അവിടെ നമ്മൾ വായിക്കുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ എന്ന് നാം വായിക്കുന്നു. So we have powerful weapons. What are these weapons like?
നമുക്ക് ശക്തിയുള്ള ആയുധങ്ങളുണ്ട്. എന്താണ് ഈ ആയുധങ്ങൾ? എങ്ങനെയുള്ളവയാണ് അവ? To see that, let's flip back to Ephesians 6. എഫേസ്യർ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. And we'll read verse 11. 11-ാം വാക്യം നമുക്ക് വായിക്കാം. It says, "Put on the whole armor of God, that you may be able to stand against the wiles of the devil." അവിടെ നമ്മൾ വായിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുകയാണ്. Here we see what these weapons are. It's the armor of God. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ആയുധങ്ങൾ എന്ന് കാണുന്നുണ്ട്. അവ ദൈവത്തിന്റെ സർവായുധവർഗമാണ്. What is this armor? Let's read verses 14 on. 14 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ഈ ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. "Stand therefore, having girded your waist with truth, having put on the breastplate of righteousness, having shod your feet with the preparation of the gospel of peace, above all taking the shield of faith with which you are able to quench all the fiery darts of the wicked one, and take the helmet of salvation and the sword of the Spirit, which is the word of God, praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for the saints." 6-ാം അധ്യായത്തിന് 14 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും മീര ദുഷ്ടന നിയമങ്ങളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം ആയ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. We have heard so many messages on the armor of God, so my intention is not to unpack these verses. ദൈവത്തിന്റെ സർവായുധ വർഗത്തെക്കുറിച്ച് അനേകം മെസ്സേജുകൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഈ ഇതിലേക്ക് കടക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. But what does the armor consist of? എന്നാൽ എന്താണ് ദൈവത്തിന്റെ ഈ സർവായുധ വർഗം അത് ഉൾപ്പെട്ടിരിക്കുന്നത്? There are 7 things in here, 7-fold armor of God. ഇവിടെ നമ്മൾ 7 സാമഗ്രികളെ കുറിച്ച് അല്ലെങ്കിൽ 7 വർഗത്തെക്കുറിച്ച് ആയുധങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. First of all, the belt of truth. ഇവിടെ നമ്മൾ ഒന്നാമത് വായിക്കുന്ന അരയ്ക്ക് സത്യം കെട്ടുക. The breastplate of righteousness. രണ്ടാമത് നമ്മുടെ കവചം, അത് നീതി എന്ന കവചം. Shoes of the gospel of peace. സമാധാനത്തിന് വേണ്ടി ഒരുക്കമുള്ള ചെരുപ്പ്. Shield of faith. വിശ്വാസത്തിന്റെ കവചം. Helmet of salvation. വിശ്വാസം എന്ന രക്ഷ എന്ന ശിരസ്ത്രം. And the sword of the Spirit. Sword of the Spirit, വാള്, ആത്മാവിന്റെ വാള്. And prayer. പ്രാർത്ഥന. Notice that all these items are spiritual in nature. None of these are physical. ഇതെല്ലാം ഒന്ന് നോക്കുക. ഇതെല്ലാം ആത്മീയമാണ്. ഇതൊന്നും ഫിസിക്കൽ ആയിട്ടുള്ളതല്ല. And a person who engages in warfare is supposed to wear this armor of God. എന്നാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധവർഗം ധരിക്കുവാനായിട്ടാണ് നമ്മളോട് അവിടെ പറയുന്നത്. What does putting on this armor look like? ഈ ഇങ്ങനെയുള്ള ഈ ആയുധങ്ങൾ നമ്മൾ ധരിച്ചാൽ അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? You know, almost every message I hear on the armor of God is describing this armor. Very few of them talk about how this armor works. ഈ അനേകം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ദൈവത്തിന്റെ ഈ ആയുധവർഗത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇത് ധരിക്കുന്നത് എന്ന് പറഞ്ഞ് അധികമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. So let me briefly touch on how this armor works. എങ്ങനെയാണ് ഈ സർവായുധവർഗം പ്രവർത്തിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The key to understanding how this armor works is to understand that all 7 things that are mentioned here are also mentioned in the 5 chapters preceding this chapter. ഈ എഫെസ്യരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 ആയുധവർഗം അവ ഈ എഫെസ്യ 1 മുതൽ ഉള്ള 5 അധ്യായവും കഴിഞ്ഞ് 6-ാമത്തെ അധ്യായത്തിന്റെ പകുതി വരെയുള്ള കാര്യങ്ങളെ സ്പർശിക്കുന്നതാണ്. So we cannot take this passage on the armor of God by itself. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ 14-ാം വാക്യം മുതലുള്ള ഈ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ പറ്റി മാത്രം നമുക്ക് പറഞ്ഞ് അവിടെ നിർത്താൻ പറ്റത്തില്ല. But this passage on the armor of God is actually the conclusion to the epistle of Ephesians. അപ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ താൻ അവിടെ പറയുന്നതിന്റെ ഒരു അവസാനമാണ്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ആണ് ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ആയുധവർഗം. Paul is showing us that all these things, all these 7 things that he spoke about in these 5 chapters, when used correctly, these work as the armor for a Christian. ഇവിടെ പറയുന്നത് ഈ എഫേസ്യ ലേഖനത്തിൽ ഈ അധ്യായങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ സർവായുധവർഗം അരക്കി കെട്ടി സർവായുധവർഗം ധരിച്ചുകൊണ്ട്
പോരാടുമ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. These 7 things that we read, the 7 pieces of the armor, they are all blessings of our salvation. ഇതെല്ലാം നമ്മുടെ രക്ഷയുടെ അനുഗ്രഹമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And the idea is not to put on these armor as a mental exercise, ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യായാമമായിട്ട് ഇത് ധരിക്കുക എന്നുള്ളതല്ല, but to make these 7 things a reality of our everyday lives. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിലെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. For example, when it talks about the belt of truth, അരയ്ക്ക് നമ്മൾ സത്യം കിട്ടുക എന്ന് പറഞ്ഞാൽ it means to hold on to the truth, hold on to the doctrines of the faith, അവിടെ നമ്മൾ വിശ്വാസത്തിന്റെ ആ സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. and make that a way of life for us. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ചര്യയാക്കി മാറ്റുക. And that truth will then guard against the lies of Satan. അങ്ങനെയുള്ള ഒരു ജീവിതം സാത്താൻ പറയുന്ന ആ കള്ളങ്ങൾക്ക് നുണകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കും. When it talks about the shield of faith, അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തിന്റെ പരിചയപ്പറ്റി പറയുമ്പോൾ it means to live a life of faith. ഒരു വിശ്വാസത്തിന്റെ ഒരു ജീവിതം നമ്മൾ ചെയ്യുക. Ephesians talks a great deal about faith. എഫേസ്യ ലേഖനം വിശ്വാസത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. Faith is what saves us. വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. Faith is what gives access to God. വിശ്വാസമാണ് ദൈവത്തോട് നമുക്ക് സാമീപ്യം തരുന്നത്. Christ dwells in our hearts through faith. നമ്മുടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നമ്മളിൽ വസിക്കുന്നത് ഈ വിശ്വാസം മൂലമാണ്. And so on and so forth. അങ്ങനെ കാര്യങ്ങൾ പലതും ഈ എഫെസ്യൻസിൽ പറയുകയാണ്. And when we live a life of faith in this manner, it will dispel doubts that Satan casts in our mind. ഇങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതം നമ്മൾ ചെയ്യുമ്പോൾ സാത്താന്റെ നുണകളെ അത് മാറ്റിക്കളയുവാനായിട്ട് ഇടവരും. This is how the armor works. ഇങ്ങനെയാണ് ഈ സർവായുധവർഗം പ്രവർത്തിക്കുന്നത്. I don't have time to go through all the 7 of them, but when we understand these and apply these 7 truths that are mentioned here, then these work as an armor that protects us from the evil one. ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും കുറിച്ചും പറയുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി ഇത് പറയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി നമ്മളെ സാത്താനിന്റെ ഈ ആത്മീയ യുദ്ധത്തിനായിട്ട് നമ്മളെ സജ്ജമാക്കും. That's how our weapons become mighty. അങ്ങനെയാണ് നമ്മുടെ ഈ ആയുധങ്ങള് ഇവിടെ ബലമുള്ളതായി തീരുന്നത്. Let's flip back to 2 Corinthians 10. We'll continue our exploration. അവിടെ നമുക്ക് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. It says the weapons of our warfare are not carnal but mighty in God for pulling down strongholds, casting down arguments and every high thing that exalts itself against the knowledge of God. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. Here it again talks about the nature of our warfare. നമ്മുടെ യുദ്ധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വീണ്ടും ഇവിടെ പറയുകയാണ്. We have spiritual weapons. നമുക്ക് ഇവിടെ ആത്മീയമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. And these weapons are used to pull down strongholds. ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവയാണ് ഈ ആയുധങ്ങൾ. What are these strongholds? എന്താണ് ഈ കോട്ടകൾ? Are these territories that have been claimed by Satan? സാത്താന് ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ടെറിട്ടറികളാണോ? That is what many people teach today. അങ്ങനെയാണ് പല ആൾക്കാരും ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. But that's not the idea here. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ആശയം അതല്ല. What is the idea mentioned here? Paul is alluding not to a spiritual stronghold. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് അല്ല പറയുന്നത്. But he goes on to explain what these strongholds are in the next verse. ഈ കോട്ട എന്താണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിലാണ് താൻ പറയുന്നത്. Verse 5 says, casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. The strongholds that Paul is referring to are the ideas that stand against the knowledge of God. ദൈവത്തിന്റെ ആ അറിവിന് വിരോധമായി നിൽക്കുന്ന കോട്ടകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The strongholds that Paul is talking about are all the philosophies, the lies that are concocted by Satan that stand against the truth of God. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സാത്താൻ കൊണ്ടുവന്ന പല തത്വശാസ്ത്രങ്ങളും നുണകളും കെട്ടിച്ചമച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ളതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. And these we need to bring into captivity to the obedience of Christ. ഇവയെല്ലാം നമ്മൾ പിടിച്ചടക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. This is active spiritual warfare. ഇതിനെയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ
ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. So let me ask you, do we know any ideas that exalts itself against the knowledge of God? ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? Of course we do. We are drowning in these each and every day, right? ഓരോ ദിവസവും നമ്മൾ ഇതിന്റെ അകത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. Let me give you some examples. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. The theory of evolution that's taught in schools. This is an idea that exalts itself against the knowledge of God. എവല്യൂഷന്റെ തിയറി, പരിണാമ സിദ്ധാന്തം, അതിനെ നമ്മൾ എപ്പോഴും കാണുന്നതും പഠിക്കുകയും ചെയ്യുന്നതാണ്. The idea of atheism, the teaching that there is no God, that is an idea that exalts itself against the knowledge of God. ദൈവമില്ല എന്നുള്ള ആ വാദം, അത് നമ്മൾ ഓരോ ദിവസവും അതിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. The advice to follow our own heart, because what matters at the end of the day is our own happiness. That is an idea that exalts itself against God. അതാകുമ്പോൾ ജീവിതത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം സന്തോഷത്തിൽ ജീവിക്കുന്നതായിട്ട് വരും. The lie that says a man dressed as a woman is actually a woman. അതുപോലെ തന്നെ വേറെ ഒന്ന് കേൾക്കുകയാണ്, ഒരു പുരുഷൻ സ്ത്രീയായിട്ട് വേഷം കിട്ടുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സ്ത്രീയാണ് എന്ന്. The lie that says love is love and doesn't matter if it's between a man and a woman or the same sexes, that is a lie that stands against God. സ്നേഹമാണ്, ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ളതാണെങ്കിലും പുരുഷനും പുരുഷനായിട്ടുള്ളതാണെങ്കിലും രണ്ടിനും വ്യത്യാസമൊന്നുമില്ല. The lie that children are a burden and they can be aborted in the womb at any time for any reason, that is an idea that exalts itself against God. കുട്ടികളെ കുഞ്ഞുങ്ങള് അവ ഒരു ഭാരമാണ്, അതുകൊണ്ട് അവയെ നമ്മൾ അബോർട്ട് ചെയ്ത് കളയുന്നതോട് കുഴപ്പമൊന്നുമില്ല എന്ന് കേൾക്കാറുണ്ട്. I can go on and on, but you see the pattern. These are all the things that we hear today in the news, in the media. ഇതെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ ന്യൂസുകളിൽ അതുപോലെ തന്നെ നമ്മുടെ മീഡിയയിലെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. These ideas are strongholds that we need to bring down. ഇവയാണ് കോട്ടകൾ എന്ന് പറയുന്നത്. ഈ കോട്ടകളെ നാം ഇടിച്ചു കളയണം. Because you see, beloved, at the end of the day, spiritual warfare is not about demons and dramatics and theatrics. It's about truth. സത്യമാണ് ഇതിൻ്റെ എല്ലാം. അത് മറ്റ് ഭൂതങ്ങളെക്കുറിച്ചോ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഉള്ളതല്ല, സത്യത്തിലേക്കാണ് അവസാനമായിട്ട് ഇതെല്ലാം കടന്നു വരുന്നത്. Spiritual warfare is a warfare for the truth. സത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ആത്മീയ യുദ്ധം. It's not a warfare to get Satan out of somewhere or some place. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സാത്താനെ ഭൂതത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. It's a battle to stand for the truth. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. And very often the battlefield is our own minds. ഇങ്ങനെയുള്ള ഈ യുദ്ധക്കളം മറ്റൊന്നുമല്ല, നമ്മുടെ തന്നെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. I'll ask for 5 more minutes and I'll stop. 5 മിനിറ്റ് കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിർത്തിക്കൊള്ളാം. Satan is a father of lies and his greatest tool is deception and casting doubts on God. നമ്മുടെ എല്ലാവരുടെയും അറിവ് പോലെ തന്നെ സാത്താൻ അവൻ വഞ്ചനയുടെയും അതുപോലെ തന്നെ കളവിന്റെയും അപ്പനാണ്, അല്ലെങ്കിൽ കളവിന്റെ ആളാണ്. He has always done that, going back to the Garden of Eden. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് പഴയ ഗാർഡൻ ഏതെങ്കിലും തോട്ടത്തിലേക്ക് ഒന്ന് പോകാം. But we are called to stand for the truth. നമ്മൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്. Lord, we are living in a day and age when Satan is ramping up his activity. സാത്താൻ അവന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നാം ജീവിക്കുന്നത്. And Satan's attacks are rarely physical. എന്നാൽ ഈ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പുറത്ത് കാണാവുന്ന തരത്തിലുള്ളതല്ല. He is not going to waste his energy coming after you or trying to scare you. That rarely happens, even though that's what we think of spiritual warfare. നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ സാത്താൻ നമ്മുടെ പുറകെ വരും, നമ്മളെ പേടിപ്പിക്കും. എന്നാൽ സാത്താൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന, തന്റെ ബലവും തന്റെ ശക്തിയൊന്നും അങ്ങനെ കളയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. That's not his primary mode of operation. അവന്റെ ഓപ്പറേഷന്റെ രീതി അതല്ല. That is the wrong understanding of spiritual warfare if we think that is the case. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് ആത്മീയ യുദ്ധത്തെ പറ്റി നമ്മൾ തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. Satan's end game is to thwart the purposes of God. സാത്താന്റെ പ്രവർത്തനം എന്താണ്? ദൈവത്തിന്റെ പർപ്പസസ് എന്താണോ അതിനെല്ലാം നീക്കിക്കളയുക, അതിനോട് വിപുലീകരിച്ച് നിൽക്കുക. He will spend most of his energy trying to keep people from trusting the Lord. ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുക, അത് അവന്റെ ഒരു പ്രവൃത്തിയാണ്. Or being used by God. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാതിരിക്കുവാനായിട്ട് ഒരു മനുഷ്യനെ തടയുക, അത് അവന്റെ പ്രവൃത്തിയാണ്. He will cast doubts on God's character. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ സംശയങ്ങൾ നിറയ്ക്കുക. He will discourage you. അവൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. He will cause you not to be used by God. ദൈവം നിങ്ങളെ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലാവും കൊണ്ടുവരും. He will deceive people into believing lies. കള്ളം അല്ലെങ്കിൽ നുണ വിശ്വസിക്കുവാനായിട്ട് നിങ്ങളെ അവൻ പ്രേരിപ്പിക്കും. He will keep people from believing the gospel. സുവിശേഷം വിശ്വസിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യരെ തടയും. He will keep them busy
so that we don't have time to spend with God. എപ്പോഴും ഈ മനുഷ്യനെ അവൻ ബിസി ആക്കിക്കൊണ്ടിരിക്കും. കാരണം ദൈവവുമായിട്ട് ഒട്ടും സമയം ചിലവഴിക്കുവാനായിട്ട് അവൻ കൊടുക്കാറില്ല. That's what spiritual attacks look like on an everyday basis. അങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. The Bible says that we should not be ignorant of his devices. നമ്മൾ വേദോസം പറയുന്ന പോലെ അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തതായിരിക്കരുത്. We see the world around us are buying into all kinds of deception. ഈ ലോകത്ത് മുഴുവനും പലതരത്തിലുള്ള വഞ്ചനകളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. The end times will be a time of deception. The Bible warns us over and over again. വീണ്ടും വേദപുസ്തകം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവസാന കാലം അത് ഡിസെപ്ഷന്റെ ഒരു കാലമാണ്. Satan has blinded so many so they don't see the truth. സാത്താൻ അനേകരെ അന്ധത പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. We see believers going all around us who are in apathy, who are not interested in God's things. നമ്മൾ കാണുന്ന വിശ്വാസികളെ തന്നെ അവര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദൈവത്തിൽ വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നു. We see assemblies around us dying off. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള അസംബ്ലികൾ അവ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. We see false teachers around us deceiving people, teaching them all kinds of wrong things. ഉപദേശകന്മാരെ നമ്മൾ കാണുകയാണ്. തെറ്റായ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുകയും തെറ്റായ രീതിയിൽ അവരെ നയിക്കുകയും ചെയ്യുന്നവരെ. All these are effects of spiritual war. ഇതെല്ലാം ഈ ആത്മീയ യുദ്ധത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. Beloved, our soldiers are falling. They are defecting away. We need to stand. പ്രിയമുള്ളവരെ, നമ്മുടെ പടയാളികൾ എല്ലാവരും അവരെ വീണുകൊണ്ടിരിക്കുകയാണ്. നാം ശക്തമായിട്ട് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. We need to stand for God in these last days. നമ്മൾ ഈ അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടിയവരാണ്. But you know what the good news is? അതിനകത്ത് നല്ല കാര്യം എന്താണെന്ന് അറിയാമോ? The end result of our fight is already determined. നമ്മുടെ യുദ്ധത്തിന്റെ അന്ത്യത്തിലെ റിസൾട്ട് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. Our commander Jesus has already won this war for us. നമ്മുടെ കർത്താവ് അവൻ ഈ യുദ്ധം വിജയിച്ചവനാണ്. We fight out of victory as people who are more than conquerors in God. നമ്മൾ ദൈവത്തിൽ നമ്മൾ കീഴടക്കപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരാണ്. Romans 16 and verse 20 says this. It says, and the God of peace will crush Satan under your feet shortly. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, സമാധാനത്തിന്റെ ദൈവം താമസിക്കാതെ നിങ്ങളുടെ കാൽ കീഴിൽ സാത്താനെ ക്രഷ് ചെയ്യും. That's a guarantee that's going to happen. അതൊരു ഗ്യാരണ്ടിയാണ്, അത് നടക്കുവാൻ പോവുകയാണ്. But until then we are called to engage in this war and to fight the good fight. ആ സമയം വരെ നാം ഈ യുദ്ധത്തിൽ ഉൾപ്പെടുവാനായിട്ടും ഇത് യുദ്ധം ചെയ്യുവാനായിട്ടും നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. Our families are at stake. നമ്മുടെ കുടുംബങ്ങളെ അപകടത്തിലാണ്. Our churches are at stake. നമ്മുടെ അസംബ്ലികളെ അപകടത്തിലാണ്. The usefulness of our own Christian lives is at stake. നമ്മുടെ തന്നെ ജീവിതം അതും അപകടത്തിലാണ്. So my fellow warriors, അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പടയാളികളെ, let's engage in this war as good soldiers for God. നല്ല പട്ടാളക്കാരായിട്ട് ഈ യുദ്ധത്തിൽ നമുക്ക് പങ്കെടുക്കാം. The Bible says a good soldier will please the enlisting officer. വേദപുസ്തകം പറയുന്നത് നല്ലൊരു പട്ടാളക്കാരൻ അവനെ പട്ടാളത്തിലേക്ക് എടുത്ത ആളെ പ്രസാദിപ്പിക്കും എന്നുള്ളതാണ്. Let's fight in a way that will please our commander. നമുക്ക് യുദ്ധം ചെയ്യാം. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ പടനായകനെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് നയിക്കാം. May his name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.